ഇത്രയും മോശം അനുഭവം വേറെ എവിടെ നിന്നിട്ട് ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല എന്റെ പൊന്നു മോളെ. എന്തുവാ മക്കളെ എന്നെ കണ്ടപ്പോ എന്താ ആദ്യം തോന്നി? ഈ ഒരു മനുഷ്യക്കോലൊന്നും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങൾ വീണ്ടും ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവാണ്. നമുക്ക് എറണാകുളത്ത് ഗ്രാൻഡ് ഹയറ്റിൽ ഒരു ഇവന്റ് ഉണ്ട്. ഇവന്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ലീഗ് കേരളയുടെ ഫ്രാഞ്ചൈസി ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. എനിക്കും അജയ്ക്കും ആയിരുന്നു ഇവന്റിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ അജയ്ക്ക് ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വേറെയും കുറച്ച് വർക്കും കാര്യങ്ങളും ഷൂട്ടും എല്ലാം ഉള്ളതുകൊണ്ട് അവന് വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു മീരമോളെയും കൊണ്ട് പോവാന്നുള്ളത്. കാരണം മീര ഇതുപോലുള്ള ഇവന്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇതിന്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടില്ലേ, ആള് കുറച്ചൊരു ഷൈ ടൈപ്പ് ആണ്. ഇപ്പൊ എന്റെ അടുത്ത് അവള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുന്നു, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും കുറച്ചൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ വരുമ്പോൾ അവള് കുറച്ചുകൂടി ഒരു ഷൈ ടൈപ്പ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവളെയും കൊണ്ടിട്ട് എന്തായാലും ഒന്ന് ഇവന്റിന് പോവാന്നുള്ള. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് ഇവന്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ എക്സൈറ്റഡ് ആണോ മാഡം? ഇവന്റിനെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ഹോസ്റ്റ് എന്ന് പറയുന്ന മന്ദിര ബേഡി. അപ്പം നമ്മള് ചെറുപ്പത്തിലെ ദൂരദർശനിലൊക്കെ കണ്ട് ഭയങ്കര ഫാനായിട്ടുള്ള ഒരു ലേഡി അവര്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അവരെ കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആളുടെ വലിയ ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പൊ ആ സമയത്താണ് അജയ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അവൻ എന്തായാലും ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവന് ഷൂട്ടും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവന് വരാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, വേഗം തന്നെ മീരേന്റെ അടുത്ത് പറഞ്ഞു വേഗം പൊക്കോ, ഡ്രസ്സൊക്കെ ചെയ്തോ, നമുക്ക് വേഗം ഇവിടുന്ന് ആലപ്പുഴന്ന് നേരെ വണ്ടി വിടാം എറണാകുളത്തേക്ക് എന്നുള്ള രീതിയിൽ. 6 മണിക്കാണ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ സമയം ഒരു 4:30 ആണോ 3:30 ആണോ? 4:30 ആണ്. നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി, കാരണം നമ്മൾ ഈ ട്രാഫിക്കിൽ വണ്ടിയൊക്കെ ഓടിച്ച് എറണാകുളത്തൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു സമയമാവും. അപ്പൊ അതുകൊണ്ട് പീക്ക് ടൈം ആവുമല്ലോ, കുറച്ചൊരു 5:30 ഒക്കെ കഴിയുമ്പോഴത്തേക്കും 5:30 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പീക്ക് ടൈമും ഭയങ്കര ട്രാഫിക്കും ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കഴിഞ്ഞ 2 വ്ളോഗില് കുറെ പേര് കമന്റ് ചെയ്യും, അതേപോലെ കുറച്ച് പേരൊക്കെ DM ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനും മീരയും എന്താ പറയാ സിസ്റ്റേഴ്സ് ആണോ എന്നുള്ളത്. പറ, നമ്മള് സിസ്റ്റേഴ്സ് ആണോടാ? നമ്മൾ സിസ്റ്റേഴ്സ് ആണ്. ആക്ച്വലി ശരിക്കും ഞങ്ങള് സിസ്റ്റേഴ്സ് ഒന്നുമല്ല. ഞങ്ങള് തമ്മിൽ യാതൊരുവിധ ബ്ലഡ് റിലേഷനോ ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ രക്തബന്ധമല്ല, വളരെ രക്തബന്ധത്തിനെക്കാട്ടും അതിനപ്പുറം ഞാൻ വിശ്വസിക്കുന്ന സ്നേഹബന്ധമാണ്. കുറച്ചുപേരൊക്കെ DM ചെയ്ത് ചോദിച്ചത് ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണോ അല്ലെങ്കിൽ കസിൻസ് ആണോ എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ബ്ലഡ് റിലേഷനോ ഒന്നുമില്ല. ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറി എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു ക്രിയേറ്ററൊക്കെ ആവുന്നതിന്റെ മുന്നേ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ താമസിച്ച ഹോസ്റ്റലില് എൻ്റെ ഹോസ്റ്റൽ മേറ്റ് എന്നല്ല, എൻ്റെ റൂംമേറ്റ് ആയിരുന്നു മീര. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 6 ഇയേഴ്സ് മുമ്പ് അല്ലെ, 6 to 7 ഇയേഴ്സ് മുമ്പാണ്. ഞങ്ങൾ റൂമിൽ നിൽക്കുന്ന സമയത്തൊന്നും ഞങ്ങൾ അത്ര വലിയ ഒരു ക്ലോസ് ഫ്രണ്ട്സോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ജസ്റ്റ് ഒരു ഹൈ ബൈ ഫ്രണ്ട്സ് അങ്ങനെയായിരുന്നു. കാരണം മീരയും അവിടെ വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ മീരയുടെ ഷിഫ്റ്റ് നൈറ്റ് ആയിരിക്കും, എനിക്ക് ഡേ ഷിഫ്റ്റും മീരയ്ക്ക് നൈറ്റും ആയിരുന്നു. അപ്പൊ നമ്മൾ കാണുന്ന എന്നെ വളരെ കുറച്ച് സമയത്തൊക്കെ നമ്മൾ റൂമിൽ നിന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് എനിക്കൊന്ന് വൃന്ദാവനിലാന്ന് തോന്നുന്നു ഫുഡ് കഴിക്കാൻ പോയത്. അതെ, വൃന്ദാവനില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഫുഡിന്റെ കാര്യത്തിൽ ഒരേപോലെ ചിന്തിക്കുന്ന ഒരേ ചിന്താഗതിയുള്ള ആളാന്ന് എനിക്ക് അപ്പം മനസ്സിലായി. അത് കഴിഞ്ഞിട്ടും പിന്നെ വർക്കിന്റെ കാര്യത്തിലൊക്കെ ബിസിയാണ്. പിന്നെ എനിക്കെപ്പോഴും അജയായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവന്റെ കൂടെ ഫുൾ ഡേറ്റിംഗ് കാര്യത്തിലൊക്കെ ഞാൻ ബിസി ആയിരിക്കും. ഇതൊക്കെ ഞാനൊരു 7-8 ഇയേഴ്സ് മുമ്പുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് റിസൈൻ ചെയ്തു. പിന്നെ ഞാനും അജയും ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഓൾ ഇന്ത്യ ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തത് ഫുള്ള് ഫോണിലും വാട്സാപ്പ് അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ എപ്പോഴാണ് അടുത്തത്? അല്ല,
അല്ല നമ്മളാ ഫസ്റ്റ് നിന്ന റൂമിൽ നമ്മൾ ചേഞ്ച് ആയില്ലേ മറ്റേ റൂമിലേക്ക് ഓർമ്മയുണ്ടോ? ഓക്കെ, വേറൊരു നടുക്കുള്ള ഒരു റൂമിലേക്ക് നമ്മൾ ചേഞ്ച് ആയി. അപ്പൊ തൊട്ട് നമ്മള് കുറച്ചും കൂടി കമ്പനിയാണ്. അതെ. പിന്നെ ഹോസ്റ്റലിൽ ഏതാണ്ടൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും അതൊരു നരകം പിടിച്ച മറക്കില്ല. അല്ലടാ, നമ്മള് കണക്ട് ആവാൻ കാര്യം എന്താന്ന് പറയാ, മെയിൻ ആയിട്ട് നമ്മള് രണ്ടുപേരും പഠിച്ചത് കർണാടകയിലാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കേരളത്തിലെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നത്. എനിക്കാണ് ഫുൾ ബാഡ്. എനിക്ക് ഇത്രയും മോശം അനുഭവം വേറെ എവിടെ നിന്നിട്ട് ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് പിന്നെ സംസാരിക്കാനൊക്കെ പറ്റിയത് അഞ്ജനയാന്ന് തോന്നി. അങ്ങനെ നമ്മള് കമ്പനി ആയതാ. എന്നെ കണ്ടപ്പോ എന്താ ആദ്യം തോന്നി? അപ്പൊ ഈ ഒരു മനുഷ്യക്കോലൊന്നും അങ്ങനെയല്ല. ഒന്നാമത് നമ്മള് ഫുഡൊക്കെ ഓർമ്മയുണ്ടോ? മറ്റേ എവിടെയായിരുന്നു, സെൻട്രൽ സ്ക്വയറിലൊരു ബ്രൗണി കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, അഞ്ജന അവിടെ നല്ല ബ്രൗണി കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ അന്ന് രാത്രി തന്നെ കുട്ടിയെ പോയി കഴിച്ചിട്ടുണ്ട്, നല്ല രസമാണ്. അങ്ങനെ നമ്മള് പതുക്കെ ഫുഡിന്റെ കാര്യം പറഞ്ഞ അങ്ങനെ. പിന്നെ നമ്മള് ട്രാവൽ ചെയ്യുമായിരുന്നു ആ സമയത്ത് കുറച്ചൊക്കെ അല്ലെ, അങ്ങനെയൊക്കെയാ. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാം ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിനെ പറ്റി പറയുന്നത് അഞ്ജന. എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം ഫസ്റ്റ് പറഞ്ഞത് അജയാണ്. അന്ന് അജയ് ഇതുപോലെ വാൽമാക്രിയോ നമ്മൾ ക്രിയേറ്റർ ആവുന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എത്ര ഹിറ്റ് ആവുന്നോ അന്ന് നമുക്കൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ മീര പറഞ്ഞ മാതിരി ഞങ്ങൾ രണ്ടുപേരും കേരളത്തിന്റെ പുറത്താണ് പഠിച്ചത്. മീര മാംഗ്ലൂരും ഞാൻ ബാംഗ്ലൂരും ആണ് പഠിച്ചത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഹോസ്റ്റൽസിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയാ, ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ അവിടെയും സ്ട്രിക്റ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്രീ ആയിരിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്ന റൂംമേറ്റ്സ് ഒക്കെ ആണെങ്കിലും ഹോസ്റ്റൽസ് ആണെങ്കിലും എല്ലാം കൊണ്ടും കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, ഒട്ടും ജഡ്ജ്മെന്റൽ അല്ല. അതെ, മെയിനായിട്ട് അതാണ്. ആരും നമ്മളെ ജഡ്ജ് ചെയ്യോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അവിടുന്ന് മീര മാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കും വന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്റെ ജോബ് ട്രാൻസ്ഫർ ആയിട്ട് കൊച്ചിയിലേക്കും ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ നിന്നൊരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ ഹൊറിബിൾ ആയിരുന്നു. അവിടുത്തെ പിള്ളേരാണെങ്കിലും അവിടുത്തെ പിള്ളേര് ഞങ്ങൾ എന്തോ ഏലിയൻസിനെ പോലെയാണ് കണ്ടത്. കാരണം ഞങ്ങൾ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു പിള്ളേരെ പോലെയാണ് അവര് നമ്മളെ കണ്ടത്. അവരെപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് ആ രീതിയിലായിരുന്നു. പിന്നെ മെയിനായിട്ട് ഹോസ്റ്റൽസിൽ എനിക്കറിയില്ല കൊച്ചിയിലുള്ള എല്ലാ ഹോസ്റ്റൽസും ഇങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അവിടെ കുറെ കാര്യങ്ങൾ മോഷണം പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുറെ ഡ്രസ്സ്, അപ്പം എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കളവ് പോയ സമയത്ത് ഞാൻ ആ സങ്കടമൊക്കെ മീരേനോടാണ് പറയാ. അപ്പൊ മീര അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, നീ അവിടെ മോളിൽ കൊണ്ട് ഇടണ്ട, അത് സാരമില്ല പറഞ്ഞു. ഒരു 3 കുർത്ത പോയി കഴിഞ്ഞപ്പോ അഞ്ജനക്ക് മനസ്സിലായി പറയുന്നില്ലെന്നോ കാര്യമുണ്ട്. കാരണം മീര എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊന്നും ടെറസിലൊന്നും കൊണ്ടുപോയി ഇടരുത്, ചിലപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ. പക്ഷെ ഞാനതൊന്നും കേട്ടില്ല. അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ അങ്ങനെ മോഷണം കാര്യങ്ങളൊക്കെ. ഇത് അങ്ങനെ കുറ്റം പോലെ പറയൊന്നുമല്ല, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഹോസ്റ്റലിൽ. പല പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞ് ഷെയർ ചെയ്തിട്ടാണ് നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത് അല്ലേ? അതെ, തീർച്ചയായും. ഹോസ്റ്റലൊരു വല്ലാത്തൊരു ഒരുപക്ഷെ ആ ഹോസ്റ്റലിൽ നിന്നിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനും മീരയും തമ്മിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത്ര വലിയൊരു ബോണ്ടിങ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു റൂംമേറ്റ് എങ്ങനെയാന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് പോയേനെ. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് മീരേനെ ഫ്രണ്ടായിട്ട് കിട്ടിയത്. പക്ഷെ ഇപ്പം ശരിക്കും മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ തമ്മിൽ ഒരു സിസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. എനിക്ക് എപ്പോഴും ഇവളുടെ അടുത്ത് ആ ഒരു സിസ്റ്റർ എന്നുള്ള ഒരു ഫീല് തന്നെയാണ് ഉള്ളത്. നമ്മളൊരു ഫാമിലി പോലെയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ ഞാൻ എറണാകുളത്ത് അങ്ങനെ നിൽക്കാറില്ല. ഞാൻ ഇവിടുന്ന് നേരെ പോകും ആലപ്പുഴയ്ക്ക്. ഞാൻ അവിടെയാണ് നിൽക്കാറ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീട് ഭരിക്കുന്നതൊക്കെ ഞാനായിരിക്കും. മീരയുടെ പിള്ളേരെയൊക്കെ നോക്കുന്നതും എല്ലാം ഞാനായിരിക്കും. എനിക്ക് എപ്പോഴും എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ഇപ്പം എന്തും കാണിക്കാനും എന്തും പറയാനുള്ള ഒരു ഫ്രീഡം. എൻ്റെ ഒരു ഹാപ്പി പ്ലേസ് ആണ് മീരയുടെ വീട്, ആലപ്പുഴയിലുള്ള മീരയുടെ വീട്. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങളുടെ മുന്നിലുള്ളവനാണ് ഈ ലോറി. ഇതുവരെ ഞങ്ങൾക്ക് ഈ ലോറിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല. 1-2 തവണ മീര ഓവർടേക്ക് ചെയ്തു. പിന്നെ വീണ്ടും ഈ ലോറി ഞങ്ങളുടെ മുന്നിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങളൊരു 1.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഞങ്ങൾ എറണാകുളത്ത്
ചെയ്യുക. കാരണം ഈ കാറിന്റെ ലൈറ്റിന് ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നന്നാക്കാൻ കൊടുക്കണം. അപ്പൊ മീരയുടെ ഫ്രണ്ട് ആയിരിക്കും വണ്ടി കൊണ്ടുപോവുക. അപ്പൊ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ തീർക്കണം. നമുക്കൊരു ചായ എന്തെങ്കിലും കുടിച്ചാലോ? ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ വ്ലോഗില് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് രണ്ടുപേരും പക്ക ഒരു ടീ പേഴ്സൺ ആണ്. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും പാലിട്ട് നല്ലൊരു ചായ അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പാല് സ്റ്റോക്ക് ആയിരിക്കും. ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ശരി, നമുക്ക് ആ ചായ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്റെയും മീരയുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചായയിലാണ്. മീരയ്ക്ക് പാലൊഴിച്ച് ചായയോ കാപ്പിയോ ആയാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ചായ തന്നെ വേണം. എന്നെ ചായ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചതൊക്കെ മീര തന്നെയാണ്. ഞാനൊരു പെറ്റ് പാരന്റ് ആവാൻ കാരണവും മീര തന്നെയാണ്. അതെന്താ അതിന്റെ സ്റ്റോറി എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വ്ളോഗിൽ പറയുന്നതായിരിക്കും. കാരണം മീരയുടെ പെറ്റ്സിനെയൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, അവരൊക്കെ നിർത്തിയിട്ട് ഞാൻ ആ സ്റ്റോറി പിന്നെ ഒരു വ്ളോഗിൽ പറയാം. ഇപ്പൊ പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. അപ്പൊ എന്തായാലും നമുക്കൊരു ടീ ബ്രേക്ക് എടുക്കാം അല്ലേ? എവിടെന്നെങ്കിലും ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തണം. 6 മണിക്കാണ് നമുക്ക് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ എവിടെന്നെങ്കിലും ഇനി ഒരു ചായ എന്തെങ്കിലും കുടിക്കട്ടെ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ്. മീരയുടെ ഫ്രണ്ടും വന്നിട്ടുണ്ട്, മിഥുൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ അതേ നല്ല ചൂട് ചായയും അതേപോലെ നല്ല ചൂട് പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇവൻറ്റിൻ്റെ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇത് ഈ ഒരു സ്ട്രേ ഡോഗിനെ കണ്ടത്. ഇവൻ എന്താണെന്നറിയാം, മിഥുൻ്റെ അടുത്ത് ഭയങ്കര ഒരു സ്നേഹം പോലെ. കാരണം വണ്ടി കയറാൻ വേണ്ടി പോയപ്പോൾ മിഥുൻ്റെ അടുത്തേക്ക് വരികയും അതേപോലെ മിഥുൻ്റെ മേത്തേക്ക് കയറിയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എഫെക്ഷൻ കാണിക്കായിരുന്നു മിഥുൻ്റെ അടുത്ത്. മിഥുനും അങ്ങനെ തന്നെയാണ്, പെറ്റ്സ് എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മീരയുടെ പെറ്റ്സിനൊക്കെ മിഥുന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര പെറ്റ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ആൾക്കാരാണ്. 6 o'clock നമ്മുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 6:45 ആയിട്ടുണ്ടായിരുന്നു. ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കറക്റ്റ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇവൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നല്ല അടിപൊളി ഇവൻ്റ് ആയിരുന്നു. ശരിക്കും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും മീരയ്ക്കും. ഇവൻ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഇതേ ഫുഡ് കഴിക്കാനാണ്. പല ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. ലൈക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡും അതേപോലെ ചൈനീസും കോണ്ടിനെൻ്റലൊക്കെ ആയിട്ട് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതേപോലെ ഡിസേർട്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഡിസേർട്ട്സാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇവരുടെ ഒരു കോഫി പുഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് കൂടുതലും ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനുള്ള ഹാമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ റേച്ചലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാനും മീരയും തിരിച്ച് പോവാണ്. മീരയുടെ ഫ്രണ്ട് മിഥുൻ തന്നെയാണ് ഞങ്ങളെ പിക്ക് ചെയ്യാനും വന്നത്. അപ്പോൾ മീര ഇനി നേരെ മീരയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാനപ്പം നേരെ ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കാരണം അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള എൻ്റെ അടുത്ത് ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ആൻറ്റീൻ്റെ വീട്ടിലെത്തിയതാണ്. ഇവിടെ എന്തോ ചിക്കൻ ഉണ്ടാക്കൽ പരിപാടിയാണെന്നാണ് പറഞ്ഞത്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നല്ല രീതിയിൽ ക്ഷീണിച്ചു ഇൻ ദ സെൻസ് ഫുഡ് അടിച്ച് ക്ഷീണിച്ചു എന്നുള്ളതാണ്. ഷാരൻ ഇവിടെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ചിക്കൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ. ഞാനിതാ തിരിച്ച് താഴെ റൂമിലേക്ക് വന്നതാണ്. മുകളിൽ ഇപ്പോഴും അവരെല്ലാവരും മറ്റേ ചിക്കൻ ഉണ്ടാക്കിയും പിന്നെ അതേപോലെ അവർ കുറച്ച് ചെറിയ പാർട്ടി വൈബും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.